എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണച്ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് കീഴടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട 3 സിനിമകളുടെ രണ്ടാം ദിവസത്തെയും ഒന്നാം ദിവസത്തെയും ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലാലട്ടൻ സത്യനന്ദിക്കാട് കോംബോയിലെത്തിയ ഹൃദയപൂർവ്വം, ടിക്യുവിന്റെ നിർമ്മാണ കമ്പനിയിൽ മലയാളത്തിൽ ആദ്യമായി ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ഒരുക്കിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര, ഫഹദ് ഫാസിലിന്റെ ഇന്ന് പുറത്തിറങ്ങിയ ഓടും കുതിര ചാടും കുതിര എന്നീ 3 സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ്, ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശൻ, നസ്രീൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തി നമ്മുടെ സ്വന്തം ടിക്യുവിന്റെ നിർമ്മാണ കമ്പനിയിലെത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. റിലീസ് ചെയ്ത ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ 250 സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനം ആരംഭിച്ചതെങ്കിൽ നാളെ മുതൽ പ്രേക്ഷക അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചിത്രത്തിന്റെ സ്ക്രീൻ കൗണ്ട് കേരള ബോക്സ് ഓഫീസിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 325 സ്ക്രീനുകളിലാണ് ചിത്രം നാളെ മുതൽ കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം തുടരാൻ പോകുന്നത്. രണ്ടാം ദിവസം രാത്രി 8 മണിക്ക് ശേഷം ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടേതായി വിറ്റുപോകുന്നത് ഏകദേശം 17,000 പരം ടിക്കറ്റുകളാണ്. ഓപ്പോസിറ്റ് സൈഡ് ഒരു ലാലേട്ടൻ ചിത്രം ഉള്ളപ്പോഴാണ് ഈ ലെവലിൽ ചിത്രത്തിന്റെ ടിക്കറ്റ് വിറ്റുപോകുന്നതെന്ന് ഓർക്കുക. റിലീസ് ചെയ്ത ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിവസം സ്വന്തമാക്കിയിരുന്നത് 2,70,00,000 രൂപയായിരുന്നു. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും, അതായത് റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിവസം ലോക സ്വന്തമാക്കിയത് 51 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ടോട്ടൽ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 6,66,00,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് പോകുമ്പോൾ ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ലോകയുടേതായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 756 ഷോകളാണ്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,17,000 പരം പ്രേക്ഷകരെയാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി ഓരോ ഷോയുടെയും 66%. ഇതുവരെ ഹൗസ്ഫുൾ ഷോകൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്, കളിച്ചിരിക്കുന്നത് 102 മുകളിലാണ്. ഓൾമോസ്റ്റ് ഫിൽ ഷോ 180 മുകളിലും ഫാസ്റ്റ് ഫില്ലിംഗ് ഷോ 403 മുകളിലുമാണ്. രണ്ടാം ദിവസം ഈ സമയം വരെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് 1,88,00,000 രൂപ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെക്കാളും രണ്ടാം ദിവസം കളക്ഷൻ കൂടുതലായിരിക്കും കേരള ബോക്സ് ഓഫീസിൽ. ഏകദേശം 3 കോടിക്ക് മുകളിൽ വരും. അങ്ങനെ ടോട്ടൽ 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 5.5 കോടി 6 കോടിയിലുള്ള റേഞ്ചിലുള്ള ഒരു കളക്ഷൻ ആയിരിക്കും ലോക ചാപ്റ്റർ 1 ചന്ദ്ര സ്വന്തമാക്കാൻ പോകുന്നത്. ഇതോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 12 കോടി 15 കോടി ക്ലബിൽ ഇടം നേടാൻ ഒരുങ്ങുകയാണ്. അത്രയ്ക്ക് മികച്ച ബുക്കിംഗ് ആണ്, അത്രയ്ക്ക് മികച്ച ഒക്യുപ്പൻസിയിലാണ് ചിത്രം കളിക്കുന്ന ഓരോ ഷോയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ലാലേട്ടൻ സത്യനന്ദിക്കാട് കോംബോയിലെത്തിയ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ രണ്ടാം ദിവസത്തെ അപ്ഡേറ്റ് ആണ്. അതിനു മുമ്പ് ചിത്രം ആദ്യ ദിവസം എത്ര കോടി കളക്ട് ചെയ്തെന്ന് നമുക്ക് നോക്കാം. കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിവസം 3,26,00,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. അതോടൊപ്പം റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിവസം 60 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിവസം സ്വന്തമാക്കിയത് 8,42,00,000 രൂപയാണ്. ഒരു ഫീൽ ഗുഡ് ഫാമിലി ചിത്രത്തിന് ലഭിക്കാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച കളക്ഷൻ തന്നെയാണ് ഹൃദയപൂർവ്വം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ഹൃദയപൂർവ്വത്തിന്റെ രണ്ടാം ദിവസത്തെ കളക്ഷനിലേക്ക് പോകുമ്പോൾ ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ ടിക്കറ്റ് ബുക്കിംഗ് തന്നെ ചെറിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 8 മണിക്ക് ശേഷം, അതായത് രണ്ടാം ദിവസം രാത്രി 8 മണിക്ക് ശേഷം ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഏകദേശം 7,000 പരം ടിക്കറ്റുകളാണ് വിറ്റുപോകുന്നത്. എന്നാൽ പോലും ഇതൊരു മികച്ച ബുക്കിംഗ് തന്നെയാണ്. രണ്ടാം ദിവസത്തെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് പോകുമ്പോൾ ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഷോ കൗണ്ടുകളുടെ എണ്ണം 755 ഷോകളാണ്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 67,000 പരം പ്രേക്ഷകരാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി ഓരോ ഷോയുടേതും 30%. ഇതുവരെ 13 ഹൗസ്ഫുൾ ഷോകളും 40 മുകളിലുള്ള ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 101 മുകളിലുള്ള ഫാസ്റ്റ് ഫിൽ ഷോകളും ചിത്രത്തിന്റെ പേരിൽ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ 1,50,00,000 രൂപയാണ്. അതായത് രണ്ടാം ദിവസവും ചിത്രത്തിന് 2 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കുന്നു. ഇതോടെ 2 ദിവസങ്ങൾ കൊണ്ട് ലാലേട്ടന്റെ ഹൃദയപൂർവ്വം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 5 കോടി 6 കോടി റേഞ്ചിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് നേടാൻ പോകുന്നത്.
വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ 2 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 12 കോടി ക്ലബിലും ഹൃദയപൂർവ്വം ഇടം നേടും. ഇനി ഇന്ന് റിലീസ് ചെയ്യപ്പെട്ട ഫഹദ് ഫാസിൽ കല്യാണി പ്രിയദർശൻ ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ ഇന്നാണല്ലോ റിലീസായത്. റിലീസ് ചെയ്ത ആദ്യ ദിവസം തന്നെ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണം നേടാനാണ് സാധിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ സമയം വരെയുള്ള ചിത്രത്തിന്റെ ട്രാക്ക്ഡ് ഷോകളുടെ എണ്ണം എന്ന് പറയുന്നത് 672 ഷോകളാണ്. ഓഡിയൻസായി ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും ട്രാക്ക് ചെയ്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ 25,000-ൽ പരം പ്രേക്ഷകരെയാണ്. ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 18%. നിലവിൽ ചിത്രത്തിന്റെ കേരള ട്രാക്ക്ഡ് കളക്ഷൻ 45 ലക്ഷം രൂപയാണ്. അതായത് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 80 ലക്ഷത്തിന് അടുത്ത് സ്വന്തമാക്കാൻ ചാൻസ് ഏറെയാണ്. എന്നാൽ പോലും ലാലേട്ടൻ ചിത്രം ഹൃദയപൂർവ്വവും ലോക ചാപ്റ്റർ 1 ചന്ദ്രയും മികച്ച അഭിപ്രായങ്ങൾ നേടി മുന്നേറുമ്പോൾ ഈ ഒരു ഫഹദ് ഫാസിൽ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമാകില്ല. ഓണം റിലീസായി എത്തിയ സിനിമകളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.